ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ മത്തങ്ങ പാസ്ത. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു മത്തങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വൃത്തിയാക്കൽ ഇത്തിരി ടാസ്ക്കാണ്, കാരണം നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കത്തിയല്ല ഇവിടെയുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള ആരോഗ്യം മുഴുവൻ എടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് ചെത്തി വൃത്തിയാക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ മത്തങ്ങയുടെ തൊലിയൊക്കെ ഒരു തരത്തിൽ ചെത്തി അതിന് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചിട്ടിട്ട് അത് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുത്തു. ഇനി ആദ്യം നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു വലിയൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, ഇവിടെ നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ മത്തങ്ങ വേവിക്കാനായിട്ട് വലിയ പാൻ എടുത്തതേ, നമ്മൾ പാസ്ത വേവിച്ചിട്ട് ഈ മത്തങ്ങയ്ക്കകത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വലിയ പാൻ എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ, എന്നാൽ ഇവർക്ക് ഒലിവ് ഓയിൽ ഇവർ ഫുഡിൽ നന്നായിട്ട് ചേർത്താണ് കേട്ടോ കഴിക്കുന്നത്. ഒലിവ് ഓയിലിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവേ. ഇനി നമുക്ക് മത്തങ്ങ വേകാനായിട്ട് അത് മൂടി വെക്കാവേ. ആ സമയം കൊണ്ട് പാസ്ത വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് മത്തങ്ങയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടൊരു പ്രക്സിമളോ എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്. നമ്മുടെ ഇവിടെ കരിവേപ്പില വല്ല നമ്മുടെ മല്ലിയില പോലത്തെ ഒരു ലീഫാട്ടോ. അത് നമ്മൾ മത്തങ്ങയ്ക്കകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. പിന്നെ നമ്മളത് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കും. ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. മത്തങ്ങ വേവാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. ഏകദേശം വേവായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവർ വെളുത്തുള്ളി അങ്ങനെ കഴിക്കുകയല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ ചേർക്കും, പക്ഷേ ഇവിടെ ആ വെളുത്തുള്ളി എടുത്ത് വെന്ത് ഏകദേശം ഒരു ഇതായി കഴിയുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളി എടുത്ത് കളയും. അങ്ങനെ ഞാൻ ആ വെളുത്തുള്ളി എടുത്ത് കളഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്തയ്ക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചേ. അതുകൊണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് പാസ്ത ഇട്ട് ഇളക്കി മൂടി വെച്ചേ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഞാൻ നമ്മുടെ മത്തങ്ങയ്ക്കകത്തേക്ക് ഇവിടെ ഇറച്ചി ഉപ്പിട്ട് ഉണങ്ങിയിട്ട് ഇവർ ഇത് വെറുതെ എടുത്ത് കഴിക്കുന്ന കാണാവേ. അങ്ങനെയുള്ള ഇറച്ചി എടുത്ത് ഞാൻ മത്തങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം ഞാൻ നമ്മുടെ ചീസ് എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുവാണേ. അത് നമ്മുടെ പാസ്തയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കെടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ കഴിച്ചിപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ആക്കുമ്പോൾ എടുത്ത് കഴിക്കാറുണ്ട്. നമ്മുടെ പാസ്ത വേകാനായിട്ട് 10 മിനിറ്റ് മതി കേട്ടോ.
10 മിനിറ്റ് ആയിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ പാസ്ത വെന്തു കേട്ടോ. ആ പാസ്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, വെന്ത മത്തങ്ങയ്ക്കകത്തേക്ക് പാസ്ത കോരി വെള്ളം കളഞ്ഞ് ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി. ഇനി അത് നന്നായിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് പാസ്ത മാറ്റുന്നുണ്ട്. കാരണം ഇവർ എരിവ് ചേർക്കലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, എരിവ് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ എന്നോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചിരി വരുന്നുണ്ട്. എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാവുമൊന്നുമില്ല, എന്നാലും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പാസ്ത റെഡിയായേ. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കുവാണേ, കാരണം വെന്തല്ലോ. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസ് എടുത്തിടുവാണ്. ഇവർക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പാസ്തയ്ക്കകത്തും ഇവർ ചീസ് ചേർക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.